ഇടയ്ക്കൊക്കെ കാണാതെ റിയാസിനെ ഞാൻ കണ്ണാടിയിലൂടെ നോക്കി. അവനപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഫോണിൽ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. ഒന്നും സംസാരിക്കാത്തത് കൊണ്ട് അവനും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ റിയാസിനെ കണ്ട നിമിഷം മുതൽ പുതിയൊരു ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു. എന്നാൽ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി. ഒന്ന് കാണാനോ മിണ്ടാനോ ഇനി പറ്റുമോ എന്നായി എൻ്റെ മനസ്സ് മുഴുവൻ. പല നേരത്ത് പല സ്വഭാവം കാണിക്കുന്ന ഇക്കാക്ക് ഇനി റിയാസിൻ്റെ ആവശ്യമില്ല. ആദ്യമായിട്ടാണ് ഇക്കയല്ലാതെ ഒരാളെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതും എല്ലാ കാര്യങ്ങളും പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ. എങ്ങനെയെങ്കിലും അവനെ ഇന്ന് വീട്ടിലേക്ക് ക്ഷണിക്കണം. പറ്റിയാൽ ഇന്നവനെ വീട്ടിൽ നിർത്തണം. എന്നാലേ ഇനി രക്ഷയുള്ളൂ. ഞാൻ രണ്ടും കൽപ്പിച്ച് കരുക്കൽ നീക്കാൻ തുടങ്ങി. ഡാ, വീട്ടിലേക്ക് കയറിയിട്ട് പോവാട്ടോ. വീടെത്താറായി ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ട് കാർ ഓടിച്ചുകൊണ്ടിരുന്ന ഇക്ക എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ട ഭാവം കാണിക്കാതെ ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു, എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ആ, കേട്ടു ഇത്ത. പക്ഷേ ഞാനിനി വീട്ടിലേക്കില്ല. ഇപ്പോൾ തന്നെ കുറേ വൈകി. ഇക്കയുടെ നോട്ടം പിന്നിലിരുന്ന് കണ്ട് റിയാസ് പറഞ്ഞു, ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത്രയും അടുത്ത് വരെ വന്നിട്ട് കയറാതെ പോവാണോ? അത് പറ്റില്ല. ഇക്ക അവനോട് വീട്ടിലേക്ക് വരാൻ പറ. ഇക്ക എന്തെങ്കിലും പറഞ്ഞ് അത് മുടക്കും മുമ്പേ മുൻകൂട്ടി ഞാനൊരു നമ്പർ അങ്ങിട്ടു. എൻ്റെ അതിബുദ്ധിപരമായ നീക്കത്തിൽ ഇക്കക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. എടാ, ഇവിടെ വരെ വന്നല്ലേ, എന്തായാലും കയറിയിട്ട് പോയാൽ മതി. ഇക്ക മനസ്സില്ല മനസ്സോടെ പറഞ്ഞൊപ്പിച്ചു. കേട്ടില്ലേ ഇക്ക പറഞ്ഞത്? നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, വന്നേ പറ്റൂ. അതും പറഞ്ഞ് ഞാൻ കണ്ണാടിയിലൂടെ അവനെന്ന് നോക്കി. എൻ്റെ നോട്ടം കണ്ടവൻ ഒന്നും മിണ്ടാതെ ചെറിയൊരു പുഞ്ചിരിയോടെ ഇരുന്നു. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴുണ്ടായ അതേ മഴ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും തുടരുന്നുണ്ടായിരുന്നു. ഇക്ക, കുട്ടികൾ നമ്മൾ വരുന്നതും കാത്തിരിക്കുന്നുണ്ടാവും. അവർക്കെന്തെങ്കിലും മേടിക്കണ്ടേ? ഞാൻ പറഞ്ഞു. ആ, അത് ഞാൻ പിന്നെ മേടിച്ചു കൊടുത്തോളാം, ഇക്ക കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. അത് പറ്റില്ല ഇക്ക. അവ രണ്ടുപേരും എൻ്റെ അടുത്തേക്കാണ് ഓടി വരുന്നതെങ്കിൽ എനിക്കപ്പോൾ എന്തെങ്കിലും കൊടുക്കണം. നിങ്ങൾ വണ്ടി നിർത്തിക്കേ, ഞാൻ മേടിച്ചോളാം. എടി, ഈ മഴയത്തോ? അതൊന്നും വേണ്ട, നമുക്കിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അതൊന്നും പറ്റില്ല. ഡാ റിയാസേ, നീ ഒന്നിറങ്ങി 2 കിൻഡർ ജോയ് മേടിച്ചിട്ട് വാ. എന്നാ ക്യാഷ്. ഞാൻ പേഴ്സ് തുറന്ന് 100 രൂപ എടുത്ത് അവൻ്റെ നേരെ നീട്ടി. ഏയ്, പൈസ ഒന്നും വേണ്ട, ഞാൻ മേടിച്ചോളാം. ഞാൻ നീട്ടിയ പൈസ വാങ്ങാതെ റിയാസ് ഇക്കയോട് പറഞ്ഞു. ഇക്ക, ആ കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിക്കേ, ഞാൻ 2 മിഠായി മേടിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വരാം. ഞങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം ഒന്നായപ്പോൾ ഇക്കാക്ക് പിന്നെ എതിർക്കാൻ പറ്റിയില്ല. ഇക്ക വേഗം വണ്ടി സൈഡിലാക്കി നിർത്തി. ചെറുതായി പെയ്യുന്ന മഴയൊന്നും വകവെക്കാതെ കാർ നിർത്തിയതും റിയാസ് ഇറങ്ങി കടയിലേക്ക് ഓടി. റിയാസിൻ്റെ ഓരോ മിടുക്ക് കണ്ട് എനിക്ക് അവനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടേയിരുന്നു. റിയാസ് മിഠായി വാങ്ങി വന്നതും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അവൻ ആ കിൻഡർ ജോയ് എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ ഞാൻ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ സമയം ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ എന്തോ മന്ത്രിച്ചു. കൈകൾ തമ്മിൽ അറിയാതെ കോർക്കാൻ തുടങ്ങി. പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന ഞാൻ വേഗം കൈ പുറകോട്ട് വലിച്ചു. റോഡിൽ തിരക്കായതുകൊണ്ട് ഇക്കത് കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അധികം വൈകാതെ തന്നെ വീട്ടിലേക്കെത്തി. ഞങ്ങളെയും കാത്തിരുന്ന ഞങ്ങളുടെ മക്കൾ കാറിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കുട്ടികൾക്ക് മിഠായി നൽകിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറി. ഇതുവരെ റിയാസിനെ കാണാത്ത ഉമ്മാക്ക് റിയാസിനെ ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു. റിയാസിനെ കണ്ടപ്പോൾ ഉമ്മാക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എപ്പോഴും അവൻ്റെ ഉപ്പ ഇവിടെ വരാറുണ്ടെങ്കിലും ഇതുവരെ ഇവനെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഉമ്മ അവന് ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി. ഡാ, ഇരിക്ക്, ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇക്ക അവനോട് പറഞ്ഞ് റൂമിലേക്ക് പോയി. പിന്നെ അവിടെ ഞാനും കുട്ടികളും റിയാസും മാത്രം. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ഞാൻ കുട്ടികളോട് ചോദിച്ചു. എൻ്റെ ചോദ്യം കേട്ടതും കുട്ടികൾ രണ്ടുപേരും മുകളിലെ റൂമിലേക്ക് ഓടി. ഞാൻ ചുറ്റിലും ഒന്ന് നോക്കി അവനോട് പറഞ്ഞു, ഡാ, നീ ഇന്ന് പോവണ്ട. അത് ശരിയാവില്ല എത്ത, എൻ്റെ ബൈക്ക് അവിടെ നിൽക്കുന്നുണ്ട്.
എനിക്ക് പോയേ പറ്റൂ. അതവിടെ നിന്നോട്ടെ, നിനക്ക് നാളെ പോകാം. എൻ്റെ ഒളിഞ്ഞുള്ള നോട്ടവും കൊഞ്ചലോട് കൂടിയുള്ള ക്ഷണവും കൂടി ആയപ്പോൾ എൻ്റെ ഉദ്ദേശം അവന് പിടികിട്ടി. അത് പിന്നെ ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? ഇക്കയും വിചാരിക്കണ്ടേ? അവൻ എന്നോട് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ നിന്നാ മതി. നിന്നാ? അവൻ എൻ്റെ കണ്ണിൽ നോക്കി ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു. നീ നിന്ന് നോക്ക്, അപ്പോൾ അറിയാം. ഞാനും ഒരു ചിരിയോടെ പറഞ്ഞു. പെട്ടെന്ന് ഇക്ക വരുന്നത് ഞാൻ അറിഞ്ഞു. നല്ല വേദനയുണ്ടോ? എന്നാൽ കുടിച്ചാൽ മതി. ഇക്ക വരുന്നത് കണ്ട് ഞാൻ വിഷയം മാറ്റി സംസാരിച്ചു. വേദനയോ? എന്തു പറ്റി? ഇക്ക ചോദിച്ചു. ഇവനെന്തോ നല്ല തലവേദനയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു ഡോൾ എടുത്ത് തരാം, അത് കുടിച്ചിട്ട് കുറച്ചു നേരം കിടന്നു എന്ന്. ആ, അത് യാത്രയുടേതാവും. നീ ഒരു കാര്യം ചെയ്, ആ ഗുളിക എടുത്ത് കൊടുക്ക്. അതൊന്ന് കുടിച്ചാൽ ശരിയാകും. നേരം വൈകുന്നുണ്ട്, അവന് വീട്ടിലെത്താനുള്ളതല്ലേ. ഇക്കാക്ക് അപ്പോഴും അവനോട് നിർത്താനുള്ള ഉദ്ദേശമില്ലായിരുന്നു. ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയി ചായ ഉണ്ടാക്കുന്ന ഉമ്മയോട് ചോദിച്ചു. ഉമ്മ, രാത്രി ഇപ്പോൾ എന്താ ഉണ്ടാക്കുക? മീനുണ്ടല്ലോ മോളെ, അത് പോരെ, ഉമ്മ പറഞ്ഞു. അതല്ല ഉമ്മ, ആ ചെക്കനുള്ളതല്ലേ, വേറെന്തെങ്കിലും വേണ്ടേ? അതിന് അവനിപ്പോൾ പോകില്ലേ? ഈ മഴയത്തോ? അവൻ എങ്ങനെ പോവാനാ, അതും ബൈക്കിൽ? ബൈക്കിലാ? നിങ്ങൾ ഒരുമിച്ച് കാറിലല്ലേ വന്നത്? ഉമ്മ ചോദിച്ചു. അല്ല, ഇനി അവൻ ബൈക്കിലോ ബസ്സിലോ കയറി പോകണ്ടേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഉമ്മക്കറിയില്ലല്ലോ ഞങ്ങളിങ്ങനെ പോയി വരുന്ന കാര്യം. എൻ്റെ വായിൽ നിന്നാണെങ്കിൽ അറിയാതെ അത് വീണും പോയി. അല്ല മോളെ, നിങ്ങൾ എന്തിനാ ഇപ്പോൾ അവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഉമ്മ സംശയത്തോടെ ചോദിച്ചു. ആ, അതുമ്മ അവൻ ഇവിടേക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു, അപ്പോൾ ഞങ്ങളിങ്ങ് കൂട്ടിക്കൊണ്ട് വന്നതാ. ഓ, അങ്ങനെയാണോ? അല്ലടി, അവൻ കെട്ടിയതാണോ? ഇല്ലുമ്മ, നോക്കുന്നുണ്ട്. എന്നാൽ തൽക്കാലം ഈ ചായയും കടിയും കൊണ്ടേ കൊടുക്ക്. ഉമ്മ എൻ്റെ കയ്യിൽ 2 ഗ്ലാസ് ചായയും കുറച്ച് ചിപ്സും എടുത്തു തന്നു. ഉമ്മ, എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങളാ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇന്ന് തന്നെ പറഞ്ഞു വിടുന്നത് ശരിയാണോ? അത് മോശമല്ലേ ഉമ്മ? ഞാൻ ആ ചായയും പിടിച്ച് ഉമ്മയോട് ചോദിച്ചു. ആ, അത് ശരിയാ. ഈ നേരത്ത് നമ്മളവനെ തിരിച്ചയച്ചാൽ അവനെന്ത് വിചാരിക്കും? നീ പറഞ്ഞത് ശരിയാ. ഇന്നവൻ ഇവിടെ നിന്നോട്ടെ. ഉമ്മയുടെ ആ വാക്കുകൾ എനിക്ക് കൂടുതൽ ആവേശം നൽകി. ഞാൻ ചായയുമായി അവരുടെ അടുത്തേക്ക് പോയി. ഞാൻ ചെല്ലുമ്പോൾ ഇക്കയും റിയാസും എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ചായ. അവരുടെ മുന്നിലുള്ള ചെറിയ ടേബിളിൽ ഞാൻ ചായ വെച്ചു. എന്താടി, കടിയൊന്നും ഇല്ലേ? ഇക്ക എന്നോട് ചോദിച്ചു. ഉണ്ട്, നല്ല കടിയുണ്ട്. ഇക്ക എന്നെ നോക്കുന്നില്ലെന്ന് കണ്ട് ഞാൻ റിയാസിനെ നോക്കി പറഞ്ഞു. എൻ്റെ വാക്കുകൾ കേട്ട് റിയാസിൻ്റെ മുഖം ചുവന്ന് തുടുക്കാൻ തുടങ്ങി. നല്ല കടിയോ? അതെന്താ, വല്ല എണ്ണയിൽ പൊരിച്ചത് വല്ലതും ആണോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇക്ക എന്നോട് ചോദിച്ചു. അപ്പോഴേക്കും ഒരു പ്ലേറ്റ് ചിപ്സുമായി ഉമ്മ അങ്ങോട്ടേക്ക് വന്നു. ഓ, ഇതാണ് നല്ല കടി. വേറൊരു കടിയുമില്ലേ? ഇത് കഴിച്ച് മടുത്തു, ഇക്ക എന്നോട് പറഞ്ഞു. അതെ, എനിക്കും ഇത് കഴിച്ചു മടുത്തു. ഇനി പുതിയത് വല്ലതും കഴിക്കണം. ഞാൻ വീണ്ടും റിയാസിനെന്നും മൂപ്പ് കയറ്റി. ഇക്കയുടെയും ഉമ്മയുടെയും മുന്നിൽ വെച്ച് ഞാൻ ആദ്യമായാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതിനുള്ള മെയിൻ കാരണം റിയാസ് തന്നെയാണ്. അതിന് നീ വേറെ വല്ലതും ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടോ? ഉമ്മ ഇക്കയോട് ചോദിച്ചു. അതിനുള്ള മറുപടി പറയാതെ ഇക്ക ചായ കുടിക്കാൻ ആരംഭിച്ചു. ഡാ, നീ ആ ചായ കുടിച്ചു കഴിഞ്ഞ് അവനൊരു മുണ്ടെടുത്ത് കൊടുക്ക്. അവനാ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ, ഉമ്മ പറഞ്ഞു. ഡ്രസ്സ് മാറ്റാനോ? അതെന്തിനാ? ഇക്ക ചോദിച്ചു. ഈ ജീൻസ് ഇട്ടുകൊണ്ട് എങ്ങനെയാടാ അവൻ ഉറങ്ങുക? നീ നിൻ്റെ ഒരു മുണ്ടെടുത്ത് കൊടുക്ക്. അതിനുമ്മ, അവനിന്നിവിടെ നിൽക്കുന്നില്ല, അവന് പോകണം. അവൻ്റെ ഉപ്പ വിളിച്ചിരുന്നു, എപ്പോഴും വരുന്നതെന്നും ചോദിച്ച്. പോകാനോ? അതൊന്നും പറ്റില്ല. നീ മഴയൊന്നും കാണുന്നില്ലേ? ഇവനിനി എങ്ങനെ പോവാനാ? നീ കൊണ്ട് വിടുമോ? അതവൻ ബൈക്ക് പൊക്കോളും. എൻ്റെ കയ്യിൽ നിന്നും പോയ പോലെ ഇക്കയുടെ കയ്യിൽ നിന്നും പോയി. ബൈക്കിലോ? അതിനവൻ ബൈക്കിലാണോ വന്നത്? ഉമ്മ ഇക്കയോട് ചോദിച്ചു.
അല്ല, അത് പിന്നെ അവൻ്റെ ഉപ്പ സമ്മതിക്കുമോ എന്നെനിക്കറിയില്ല. അതൊക്കെ ഇനി അവൻ്റെ ഉപ്പ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അല്ലുമ്മ, ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്, റിയാസ് ഉമ്മയോട് പറഞ്ഞു. ഇക്ക ചായയുമായി പുറത്തുപോയി നോക്കിയിട്ട് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, നല്ല മഴ വരുന്നുണ്ട്, ഇന്നിനി എന്തായാലും പോവണ്ട, ഇനി നാളെ പോവാമെന്ന്. ഇക്കയുടെ വായിൽ നിന്നും അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. ഇക്കേനെ കണ്ണുകൊണ്ട് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് ഇക്ക റൂമിലേക്ക് നടന്നു. എന്താണെന്നറിയാൻ ഞാൻ വേഗം ഇക്കയുടെ പുറകെ റൂമിലേക്ക് പോയി. എടി, എന്താ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുക? ഇവിടെ വല്ലതും ഉണ്ടോ? ഇക്കയുടെ സന്തോഷത്തോടുകൂടിയുള്ള ആ ചോദ്യം കണ്ടപ്പോൾ ഞാനൊന്ന് നെട്ടി. പല സമയത്ത് പല സ്വഭാവം കാണിക്കുന്ന ഇക്കയെ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനത് കാര്യമാക്കാതെ പറഞ്ഞു, ഇവിടെ നിന്നെന്തോ മീൻകറിയാ, അതിപ്പോൾ എങ്ങനെയാ അവന് കൊടുക്കുക? നിങ്ങൾ പോയി കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് വാ, അത് വെച്ച് വല്ലതും ഉണ്ടാക്കാം. എന്നാൽ പിന്നെ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാം അല്ലേടി? ഇക്ക എന്നോട് ചോദിച്ചു. അതെ, അതാവുമ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, നിങ്ങൾ പോയി വാങ്ങിയിട്ട് വാ, അപ്പോഴേക്കും ഞാനെല്ലാം റെഡിയാക്കാം. ആ ശരി, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. നീ പോയി അവൻ എൻ്റെ ഒരു മുണ്ടെടുത്ത് കൊടുക്ക്, അവനതൊന്ന് മാറിക്കോട്ടെ. അതും പറഞ്ഞ് ഇക്ക കാറും എടുത്ത് ടൗണിലേക്ക് പോയി. ഇത്രയും നേരം കലിപ്പിൽ നടന്ന എൻ്റെ ഇക്ക തന്നെയാണോ ഇതെന്ന് ഞാൻ ശരിക്കും സംശയിച്ചു പോയി. എന്തായാലും എൻ്റെ ഉദ്ദേശങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പറ്റിയാൽ ഇന്ന് രാത്രി തന്നെ ഒന്ന് കൂടാൻ പറ്റിയാൽ മതിയായിരുന്നു. മനസ്സിൽ അതും വിചാരിച്ചുകൊണ്ട് ഞാൻ ഹോളിലേക്ക് നടന്നു. സോഫയിലിരുന്ന് ഫോണിൽ കളിക്കുന്ന റിയാസിനോട് ഞാൻ ചോദിച്ചു, ഉമ്മ എവിടെയെന്ന്. ഉമ്മ അങ്ങോട്ടേക്ക് പോയെന്നും പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയി ഉമ്മ എവിടെയെന്ന് നോക്കി. ഉമ്മ അപ്പോൾ ഉപ്പാക്കുള്ള ഗോതമ്പ് കഞ്ഞിയും അതിലേക്കുള്ള കറിയും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ വേഗം റിയാസിൻ്റെ അടുത്തേക്ക് വന്ന് റിയാസിനോട് പറഞ്ഞു, വാ, ഞാൻ ഇക്കയുടെ ഒരു മുണ്ടെടുത്ത് തരാം, അതെടുത്തോ. ഈ ജീൻസ് ഇങ്ങനെ ഇട്ടാൽ എല്ലാം ചുരുങ്ങിപ്പോകും. അത് ശരിയാ, ഇത്തയെ കണ്ടപ്പോൾ മുതൽ ചുരുങ്ങി കിടക്കുക. ഇത്ത വേഗം ആ മുണ്ടങ്ങെടുത്ത് താ, എന്നിട്ട് വേണം അവനെ ഒന്ന് മോചിപ്പിക്കാൻ, അവൻ പറഞ്ഞു. അതൊക്കെ ഞാൻ മോചിപ്പിച്ച് തരാം, നീ വാ. ഞാൻ അതും പറഞ്ഞ് മുകളിലുള്ള ഞങ്ങളുടെ റൂമിലേക്ക് നടന്നു. താഴെയാണ് ഞങ്ങൾ കിടക്കാറുള്ളതെങ്കിലും ഞങ്ങളുടെ ഡ്രസ്സും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെല്ലാം മുകളിലെ റൂമിലാണ് കിടക്കുന്നത്. മുകളിൽ 2 റൂമാണുള്ളത്. ഞാൻ റൂമിലേക്ക് ചെന്ന് ഇക്കയുടെ ഒരു പുതിയ മുണ്ട് അവൻ എടുത്തു കൊടുത്തു. ഇന്ന ഇത് മാറ്റിക്കോ, ഞാനൊരു കള്ളച്ചിരിയോടെ അവനോട് പറഞ്ഞു. ഇതിപ്പോൾ എവിടെ നിന്ന് മാറ്റും? അവനത് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇവിടെ നിന്ന് മാറ്റിക്കോ, ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ, ഞാൻ വീണ്ടും ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു. എത്തിയില്ലേ? അവൻ എന്നെ നോക്കി ചോദിച്ചു. ഓ, എനിക്കൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം. അയ്യോ, ഇത്ത പോകല്ലേ, ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ. ഞാൻ പോവാ, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ദേഷ്യത്തോടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഇതിനാണോ ഇത്ത ഇത്രയും കഷ്ടപ്പെട്ട് എന്നെവിടെ നിർത്തിയത്? ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. ഞാൻ റൂമിൽ നിന്നും പോകുന്നത് കണ്ട് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ വേഗം അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹം ഇന്ന് തന്നെ നമുക്ക് നടത്താം, പക്ഷേ അതിനൊരു പ്ലാനിങ് വേണ്ടേ? ഇങ്ങനെ വഴക്കിട്ട് പോയാൽ മതിയോ? എന്നോട് അവൻ ചോദിച്ചു. കാര്യങ്ങളെല്ലാം ഇത്രയ്ക്കായോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പെട്ടെന്ന് കുട്ടികൾ 2 പേരും എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവനോട് ഇനി എന്തു പറയുമെന്ന് എനിക്കൊരു ഐഡിയയും ഉണ്ടായില്ല. ചെറിയ മോൾ എൻ്റെ കൈ പിടിച്ച് എന്തോ കാണിച്ചു തരാമെന്നും പറഞ്ഞ് മുകളിലുള്ള മറ്റു റൂമിലേക്ക് കൊണ്ടുപോയി. ആ സമയം അവനെന്ത് മറുപടി കൊടുക്കണമെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഡി, നീ എവിടെയാ? അതും ചോദിച്ച് ഇക്ക റൂമിലേക്ക് വന്നു. ഇക്ക വന്നപ്പോൾ ഞാൻ കുട്ടികളുടെ കൂടെ ആയതുകൊണ്ട് ഇക്കാക്കൊരു സംശയം തന്നെ ഉണ്ടായില്ല. അവനെവിടെ? ഇക്ക എന്നോട് ചോദിച്ചു. ആ റൂമിലുണ്ട്, ഞാൻ പറഞ്ഞു. നീ ഇവിടെ കുട്ടികളുമായി കളിച്ചുകൊണ്ട് നടന്നു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം റെഡിയാക്കാൻ. ഇക്ക എന്നോട് ദേഷ്യത്തോടെ ചോദിച്ചു. അതിക്ക, ഞാനവിടെ ഉള്ളി കട്ട് ചെയ്യായിരുന്നു, അപ്പോളാ ഇവളെ വിളിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്.
അവൾ കേൾക്കാതെ ഞാൻ ഇക്കയോട് പറഞ്ഞു, മതി നീ ഇവളുടെ കൂടെ കളിച്ചത്, വേഗം വന്ന് ഉണ്ടാക്കാൻ നോക്ക്. ഇക്ക അതും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോയി. ഷേ, എല്ലാം ഒന്ന് ഒത്തു വന്നപ്പോഴാ കുട്ടികളും ഇക്കയും വന്നത്. ഇനി എപ്പോഴാ അവനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടുക? ഞാൻ അതും ആലോചിച്ച് കിച്ചണിലേക്ക് പോയി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ സമയം രാത്രി 8 മണിയായി. ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നു. ആ സമയം ഇക്കയും റിയാസും ടി വിയിൽ ക്രിക്കറ്റ് കാണുന്ന തിരക്കിലായിരുന്നു. ഇക്ക കഴിച്ചാലോ? ഞാൻ പോയി ഇക്കയോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. ഇക്കയും റിയാസും വീണ്ടും ക്രിക്കറ്റ് കാണാൻ തുടങ്ങി. ഞാൻ പതിയെ ഇക്കയെ റൂമിലേക്ക് വിളിച്ച് ചോദിച്ചു, അല്ല, അവനെ ഇപ്പോൾ ഏത് റൂമാ കൊടുക്കുക? അവൻ മുകളിൽ കിടന്നോട്ടെ, അതല്ലേ നല്ലത്, ഇക്ക പറഞ്ഞു. ആ, അതാ നല്ലത്. നിങ്ങൾ കളി കണ്ടിരുന്നോ? ഞാൻ പോയി ആ റൂമൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അങ്ങനെ അതും പറഞ്ഞ് ഞാൻ പോയി അവനുള്ള റൂമെല്ലാം സെറ്റാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് അവരുടെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, മതി കണ്ടത്, ആ ചെക്കന് ഉറക്കം വന്ന് കാണും. ഡാ റിയാസേ, നീ മുകളിൽ പോയി കിടന്നോ. വെള്ളമെല്ലാം ഞാനൊരു ജഗ്ഗിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും നേരത്തെ റൂമിൽ കയറി കിടന്നുകൊണ്ട് അവരൊന്നും അവിടെ ഉണ്ടായില്ല. കുട്ടികളാവട്ടെ നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് നേരത്തെ നെയ്ച്ചോറും കഴിച്ച് പോയി കിടന്നുറങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ട് റിയാസ് മുകളിലേക്ക് പോയി. ഇക്ക ടി വി ഓഫ് ചെയ്ത് എൻ്റെ പുറകെ റൂമിലേക്കും വന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കയൊന്ന് കയറി മറിഞ്ഞ് ഇക്കയുടെ കാര്യം സഹായിച്ച് ഇക്ക കിടന്നുറങ്ങി. എനിക്കാണെങ്കിൽ അതൊന്നും ഒന്നും ആയില്ല. അപ്പോൾ ഇതിൻ്റെ 4th പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. എല്ലാവരും കാത്തിരിക്കുക. അതുപോലെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.